റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിരുന്നു എന്നതിന്റെ രേഖകൾ പുറത്തുവിട്ട ഇംഗ്ലീഷ് ദിനപത്രം. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യ ഇടപെടലിൽ പ്രതിഷേധിച്ച് അന്നത്തെ പ്രതിരോധ സെക്രട്ടറി ജി മോഹൻകുമാർ ഫയലിൽ എഴുതിയ കുറിപ്പടക്കമുള്ള രേഖകളാണ് പുറത്തുവന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചിലർ സമാന്തര ചർച്ചകൾ നടത്തുകയാണെന്നും അതിനാൽ പ്രതിരോധ വകുപ്പ് നടത്തുന്ന ചർച്ചകളുടെ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയേണ്ടെന്നും മോഹൻകുമാറിന്റെ കുറിപ്പിൽ പറയുന്നു. എന്നാൽ അന്ന് ഫയലിൽ താൻ എന്താണ് എഴുതിയതെന്ന് ഓർമ്മയില്ല എന്നാണ് മലയാളിയായ മോഹൻകുമാർ ഇപ്പോൾ പറയുന്നത്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നു എന്നതിന് തെളിവായിട്ട് എന്ത് വിവരങ്ങളാണ് പുതുതായി പുറത്തു വന്നത്? റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന തരത്തിലുള്ള പ്രതിപക്ഷ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിടുന്നത്. എന്നാൽ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം മോഹൻകുമാറിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് അന്ന് എന്ത് കുറിപ്പാണ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഓർമ്മയില്ല എന്നാണ്. പക്ഷേ അന്ന് നൽകിയ കുറിപ്പിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിടുന്നത്. പ്രതിപക്ഷം റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഈ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയും നേരിട്ട് ഇടപെട്ടിരുന്നു. ഈ ഇടപാടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ്. അത്തരത്തിൽ ഒരു പ്രവൃത്തിയാണ് റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ ആരോപണം. ആ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലാണ് പ്രതിരോധ സെക്രട്ടറിയുടെ കത്ത് വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രതിരോധ സെക്രട്ടറി ഒരു പക്ഷേ ഇനി ഈ വിഷയത്തെ വിമർശിച്ചേക്കാം. പക്ഷേ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സമാന്തരമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ചകൾ നടത്തി. ഈ ഡീല് ഫ്രാൻസിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് എത്തിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന സമാന്തര ചർച്ചകളാണ്. ആ സമാന്തര ചർച്ചകളുടെ ഭാഗമായി തന്നെയാണ് ഈ ഉടമ്പടി മുന്നോട്ട് പോയത്. പ്രതിരോധ വകുപ്പിന് കാര്യമായി ഇടപെടൽ നടത്താൻ ഈ കരാറിൽ സാധിച്ചില്ല. മാത്രമല്ല, സാധാരണ നിലയിൽ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് പങ്കെടുക്കുകയും ഈ കരാറുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങളും മറ്റ് വിമാനങ്ങളുടെ കപ്പാസിറ്റി, അതോടൊപ്പം ഓരോ വിമാനത്തിന് നൽകേണ്ട തുക, ഇത്തരത്തിലുള്ള പൂർണ്ണമായ കാര്യങ്ങൾ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് വ്യക്തമായി അറിയാൻ സാധിക്കുന്നത് എങ്കിൽ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമാന്തരമായി ചർച്ച നടത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസായിരുന്നു. അത് വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് പ്രതിരോധ സെക്രട്ടറി ആ ഘട്ടത്തിൽ, അതായത് 2015 ഇത്തരത്തിൽ നവംബർ മാസത്തിലാണ് ഇത്തരത്തിൽ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയത്. പ്രതിരോധ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന വിവരങ്ങൾ കൂടി കൃത്യമായി അറിഞ്ഞുകൊണ്ട് മാത്രമേ ഈ കരാറിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. കരാറിൽ ഇടപെടേണ്ടതും കരാറുമായി മുന്നോട്ട് പോകേണ്ടതും ധാരണകളിൽ എത്തേണ്ടതും പ്രതിരോധ മന്ത്രാലയമാണ്, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസല്ല. അത്തരത്തിലൊരു സമാന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ഈ വിഷയത്തിൽ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അന്തരം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഈ കത്തിൽ ഏതെങ്കിലും, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചർച്ചകൾ നടക്കുമ്പോൾ ഇതിന് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നൽകുന്നത്, ആരുടെ ഇടപെടലാണ് കൃത്യമായിട്ടുണ്ടായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഈ കത്തിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി വിഷയത്തിൽ ഇടപെടുന്നു. അതായത് അഭിലാഷ്, ഈ പാരലലായിട്ട് നെഗോഷിയേഷൻസ് നടത്തുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന കാര്യമാണല്ലോ ഈ രേഖയിലൂടെ പുറത്തായിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെയും മറ്റും. ഇത് അതിന്റെ വഴിവിട്ട് ക്രമം സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്രമമാകെ തന്നെയും വിട്ട് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും അമിതമായ താല്പര്യമെടുത്തു. അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കി. ഈ പറയുന്ന സംവിധാനങ്ങളെ സൈഡ് ലൈൻ ചെയ്തു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണല്ലോ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ ശക്തമായ തോതിൽ കരുത്തു ആയിട്ട് തെളിവ് നൽകുന്നൊരു സംഭവമായിട്ട് വേണം ഈ പുതിയ രേഖയെ കാണാൻ എന്ന്, അല്ലേ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം നടപടിക്രമങ്ങൾ നടന്നപ്പോഴും ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല. മറിച്ച് ഇത് രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് റഫേലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു ഭരണപക്ഷത്തിന്റെയും പ്രധാനമന്ത്രിയുടെയും ആരോപണം. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേൽ നടത്തിയ നന്ദി പ്രമേയത്തിന്മേലുള്ള മറുപടിയിൽ പോലും പ്രധാനമന്ത്രി അത് ആവർത്തിക്കുകയും ചെയ്തു. സൈനിക ശക്തിയെക്കുറിച്ചോ വായുസേന ശക്തിപ്പെടുത്തണമെന്നോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അതിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിയുടെ ആക്ഷേപം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു രാഷ്ട്രീയ നേതാവല്ല ഇത്തരത്തിൽ
ഇത്തരത്തിൽ ഒരു കത്ത് നൽകുന്നത്. മറിച്ച് പ്രതിരോധ വകുപ്പ്, പ്രതിരോധ സെക്രട്ടറി തന്നെയാണ് ഇത്തരത്തിൽ ഇടപെടൽ നടക്കുന്നു എന്ന തരത്തിൽ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നൽകുന്നത്. അദ്ദേഹം ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഇത് വ്യക്തമാകുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അനാവശ്യമാണ് എന്നും അത്തരം സമാന്തര ചർച്ചകൾ ശരിയായ ദിശയിലല്ല, അത്തരത്തിൽ സമാന്തര ചർച്ചകൾ നടത്താൻ പാടില്ല എന്ന സന്ദേശം കൂടി ആ കത്തിലുണ്ട്. അതായത് പ്രതിരോധ മന്ത്രാലയമായിരിക്കണം ഇത്തരം വിദേശത്ത് നിന്ന് അടക്കം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ വാങ്ങുകയോ അതിന്റെ സാങ്കേതിക വിദ്യ കടമെടുക്കുകയോ ആ ടെക്നോളജിയുടെ സഹായത്തോടെ രാജ്യത്തിനകത്ത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യുന്ന ഉടമ്പടികളിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രതിരോധ മന്ത്രാലയത്തിലായിരിക്കണം. പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അറിയുകയും അതനുസരിച്ചുള്ള ധാരണാപത്രങ്ങളിലാണ് ഏർപ്പെടേണ്ടത്. മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ല വിഷയത്തിൽ ഇടപെടേണ്ടത്. ആ നിലയിലുള്ള ഉദ്യോഗസ്ഥരോ ഭരണ സംവിധാനമോ അല്ല കരാറിൽ ഏർപ്പെടേണ്ടത്. താങ്കളിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും ഇടപെടലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു പുതിയ വെളിപ്പെടുത്തലാണ്, കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഡിഫൻസ് മിനിസ്ട്രിയെ അതിലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവരറിയാതെ ഇടപെട്ടു എന്നതിനുള്ള ശക്തമായുള്ള തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് ആ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ലഭിക്കുന്നത്. തിരിച്ചു വരാം. ഇപ്പോൾ ടോം വടക്കൻ, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വടക്കൻ, ഏത് വിധത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ വാർത്ത? ആ കോണ്ടെക്സ്റ്റിലാണ് പ്രൈം മിനിസ്റ്ററുടെ ഒരു ഇന്റർവെൻഷൻ വന്നത്. അതും ഒരു മോണോലോഗിന്റെ ഭാഗമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, അതിൽ ഒന്നും തന്നെയില്ല. അത് റൈവൽസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റ് ആണ് പ്രൈം മിനിസ്റ്റർ ഹൗസിൽ നൽകിയത്. പക്ഷെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു JPC ആവശ്യപ്പെട്ടു, ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് തരുന്നത് ഇത് റൈവൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് അങ്ങനെയാണെങ്കിൽ അതിന് വേറെ കമേഴ്ഷ്യൽ മെത്തഡോളജി ഉണ്ട്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ മാത്രമല്ല, ഇത് വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് കറപ്ഷന്റെ ഒരു ഇഷ്യൂ ആണ്. അതായത് ഇവിടെ ശ്രീ ടോം വടക്കൻ, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് താല്പര്യം കാണിച്ചു, ഡിഫൻസ് മിനിസ്ട്രി നടത്തുന്ന ചർച്ചകളെ അതിലംഘിച്ചുകൊണ്ട് മറ്റ് ചർച്ച സമാന്തരമായിട്ട് നടത്തി. ഇത്തരം പാരലൽ ഡിസ്കഷൻസും തീരുമാനങ്ങളും ഒക്കെ എടുത്താൽ തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രാജ്യത്തിന് ഗുണമുണ്ടാവുകയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിഫൻസിന്റെ സെക്രട്ടറി ഈ കാര്യം എഴുതി വെച്ചു, സ്വന്തം കൈപ്പടയാൽ എഴുതി വെച്ചു തുടങ്ങിയ വിവരങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ നില അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശരിയല്ലാത്ത വിധം ഇടപെട്ടു എന്ന കാര്യം കൂടുതൽ വെളിവാവുകയാണോ? തീർച്ചയായും ഇതിൽ പല കാര്യങ്ങളും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരട്ടെ. പക്ഷെ അത് തരാതെ അത് ഞങ്ങളുടെ നാഷണലിസത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ തർക്കങ്ങളിൽ ചെലവാവില്ല, സമയം കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോർട്ട് ക്ലിയറൻസ് കൊടുത്തു എന്ന് പറയുന്നു. സുപ്രീം കോർട്ടിൽ ഇവർ അവതരിപ്പിച്ചിരിക്കുന്ന കള്ള അഫിഡവിറ്റ് ആണ്. അത് കറക്ഷൻ മോഡിലാക്കി, അത് കറക്ഷൻ അയച്ചു, അത് ക്യാഗിന് കൊടുത്തു. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? സുപ്രീം കോർട്ടിൽ തന്നെ ഇവർ അവതരിപ്പിക്കുന്ന അഫിഡവിറ്റ് ഫോൾസ് ആണ്. അതിന് കോഴ്സ് കറക്ഷൻ വന്നു. പക്ഷെ ബേസിക്കലി ഒരു പ്രൈം മിനിസ്റ്റർ ഇടപെടുമ്പോൾ ഒരു വ്യക്തത വേണം. അല്ലാതെ ഒപ്പോസിഷനെ അക്യൂസ് ചെയ്യാണ്, അവരുടെ കൗണ്ടർ ലോബിങ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇൻഫർമേഷൻ ഫ്ലോ വരുന്നുണ്ട്. ഇതൊരു JPC ഓർഡർ ചെയ്തിട്ട് എത്ര ക്ലാരിറ്റി ഉണ്ടെങ്കിൽ. അതാണ് ശ്രീ ടോം വടക്കൻ, ഇവിടെ ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെയും ഇന്ത്യൻ നെഗോഷിയേഷൻ ടീമിൻ്റെയും നെഗോഷിയേറ്റിംഗ് പൊസിഷനെ, അതിനുള്ള ശക്തിയെ ഇല്ലാതാക്കാനാണ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ഈ പാരലൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് സഹായിക്കുകയുള്ളൂ. അത് ശരിയല്ല. നേർക്കുനേർ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സമാന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറ്റു തരത്തിലുള്ള ഡിസ്കഷൻസ് നടത്തുകയും മറ്റും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ആകെ തന്നെയും ഹനിക്കുന്നതാണ് എന്ന് ആ കാലത്ത് തന്നെ 2015 തന്നെ രേഖാമൂലം എഴുതിയതിനു ശേഷം പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രധാനമന്ത്രി ഇതിനകത്തെ അപകടം, ഈ വഴിവിട്ടുള്ള പോക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കാണാതെ പോയത് എന്തുകൊണ്ടായിരിക്കണം? ഇതിൽ പല എലിഗേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എലിഗേഷൻ വന്നിരിക്കുന്നത് NSAയുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഒരു NSAക്ക് ഇങ്ങനെ ഡിഫൻസ് ഡീലിൽ ഇടപെടാൻ പറ്റുമോ? ഇതൊക്കെ ഇഷ്യൂസ് ആണ്, സീരിയസ് ഇഷ്യൂസ് ആണ്. ഇതുവരെ ഫ്രീ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇന്റർവെൻഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഒരു കമ്പനി
ഡിഫോൾട്ടറായിട്ട് മാത്രമല്ല, അവരുടെ കമ്പനി പൂട്ടേണ്ട ഗതി വരുന്ന കമ്പനിക്ക് ഇത്ര വലിയൊരു ഡിഫൻസ് ഡീൽ കൊടുക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ ടൈമാണ്, കാര്യങ്ങൾ വെളിപ്പെടും, അത് ഇവർക്ക് മനസ്സിലാവണില്ല. പക്ഷെ പാർലമെന്റിൽ നിന്ന് ഒരു ഇന്റർവെൻഷൻ ഇന്നലെ ചെയ്തു. അതിൽ ക്ലാരിറ്റി ഒന്നുമില്ല. നിങ്ങൾ മറ്റേ സൈഡിന് വേണ്ടി ലോബി ചെയ്യുന്നു എന്നുള്ള അലിഗേഷനാണ് പ്രൈം മിനിസ്റ്റർ വെച്ചത്. വളരെ നന്ദി ശ്രീ ടോം വടക്കൻ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ എം ബി രാജേഷ് എം പി കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ എം ബി രാജേഷ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ ഈ റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും കേന്ദ്ര സർക്കാരിനുമെതിരായിട്ട് നേരത്തെയുള്ള ആരോപണങ്ങളെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നതാണ്? നേരത്തെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ സംബന്ധിച്ചും അതുവഴി രാജ്യത്തിന് വലിയ തോതിൽ നഷ്ടവും അനിൽ അംബാനിക്ക് ലാഭവും ഉണ്ടാക്കുന്ന ഈ കരാറിനെ സംബന്ധിച്ചും ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്കുള്ള രേഖാമൂലമുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ, പ്രധാനമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അന്നത്തെ ഡിഫൻസ് മിനിസ്ട്രി, പ്രതിരോധ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുകളിൽ തുടർച്ചയായി എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും ആ എതിർപ്പ് രേഖാമൂലം തന്നെ അറിയിച്ചുവെന്നും വ്യക്തമാക്കുന്നതാണ് ഇന്ന് ഹിന്ദു പുറത്തുവിട്ടിട്ടുള്ള രേഖ. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സമാന്തരമായി, പ്രതിരോധ മന്ത്രാലയത്തിന് സമാന്തരമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. ആ ചർച്ചകൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇക്കാര്യത്തിലുള്ള വിലപേശൽ കഴിവിനെ തന്നെ ബാധിക്കുന്നു. മാത്രമല്ല, പ്രതിരോധ മന്ത്രാലയം സ്വീകരിച്ച നിലപാടിന് ഘടകവിരുദ്ധമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ എന്നുമെല്ലാം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജാവേദ് അഷ്റഫ്, അദ്ദേഹം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണം, ആ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടലിന്റെ കൃത്യമായ വിവരം, വെറുതെ ഓഫീസ് ഇടപെട്ടു എന്നല്ല, ഇന്ന ആളുകൾ അതിൽ ഇടപെട്ട് സമാന്തരമായി നടത്തിയ ചർച്ച, ആ സമാന്തര ചർച്ചകൾ എങ്ങനെ രാജ്യ താല്പര്യത്തിനെതിരായി നമ്മുടെ ബാർഗൈനിങ് പവറിനെ അത് കുറച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതിരോധ മന്ത്രാലയം അക്കമിട്ട് അതാത് സമയത്ത് നിരത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നെഗോഷിയേറ്റിംഗ് ടീമിൽ അംഗങ്ങളല്ലാതിരുന്ന ആളുകളാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായി തന്നെ റാഫേൽ ഇടപാടിലുള്ള പങ്കിനെ കുറിച്ച് അനിൽ അംബാനിയും പ്രധാനമന്ത്രിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഉപജാപത്തെക്കുറിച്ചെല്ലാമുള്ള അതിശക്തമായ അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ വന്നിരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ഒക്ടോബറിൽ സുപ്രീം കോടതിക്ക് സീൽ ചെയ്ത കവറിൽ ഗവൺമെന്റ് നൽകി എന്ന് പറയുന്ന രേഖയിൽ ഒരിടത്തും പ്രതിരോധ മന്ത്രാലയ പ്രധാനമന്ത്രിയുടെ പങ്കാളിയായി എന്ന കാര്യമേ പറയുന്നില്ല. അത് മറച്ചുവെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പൊ പുറത്തു വന്നത്. സുപ്രീം കോടതിയുടെ മുമ്പിൽ മറച്ചുവെച്ചൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ എം ബി രാജേഷ് താങ്കളിലേക്ക്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ കെ ജെ ജേക്കബ് കൂടെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ ജെ ജേക്കബ്, ഇതിപ്പോൾ ശ്രീ എം ബി രാജേഷ് വിശദീകരിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ, നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ ആക്ഷേപം മാത്രമല്ല എന്നത് വ്യക്തമാകുന്ന രേഖ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. ഇത് ഏത് നിലക്ക് ഈ റഫേൽ ഇടപാടിൽ പൂർണ്ണമായ വെളിച്ചം വീഴുന്നതാണ്. വളരെ പ്രകടമായി തന്നെയും ആദ്യ വായനയിൽ സാധാരണ ഒരു വായനക്കാരന് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ഇത് ശരിയല്ലാത്ത ഇടപെടലാണ് എന്ന് സൂചിപ്പിക്കുന്ന, ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന, PMAയോട് അക്കാര്യം ആവശ്യപ്പെടുന്ന ഈ കത്ത് കണ്ടതിന് ശേഷം പോലും ഈ ഇടപാടുമായിട്ട് മുന്നോട്ട് പോകാൻ എന്തായിരിക്കണം പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഇത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലപ്പോഴായിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഹിന്ദുവിൽ വന്നത് കൃത്യമായ രേഖകളോടുകൂടി വന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് 126 വിമാനം 36 വിമാനം ആയത് എന്നുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പം നമ്മൾ അതിന്റെ പുറകോട്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ സമയത്തും കൃത്യമായി നമ്മൾ പരിഷ്കരിക്കാറുമുണ്ട്. അത് പ്രകാരമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരുന്നത്.
അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ല പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഓഫീസിന്റെ ഇടപെടൽ ഒട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് UPA സർക്കാരിന്റെ സമയത്ത് ആന്റണി ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഈ സർക്കാർ വന്നതിന് ശേഷം ഈ സർക്കാരിന്റെ സമയത്ത് പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സർക്കാരും അംഗീകരിച്ച പ്രോട്ടോകോൾ അനുസരിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇന്ത്യൻ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി, ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എയർഫോഴ്സിന് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ട് ഇന്ത്യൻ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി ഫ്രാൻസുമായിട്ട് ഫ്രഞ്ച് കമ്പനിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അവിടെ ഒരു റോളുമില്ല. നമ്മുടെ നിയമം അനുസരിച്ച്, നമ്മുടെ ചട്ടം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ റോളോ വേറെ ആരും ആ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. പ്രതിരോധ മന്ത്രി പോലും ഇടപെടാൻ പാടില്ല. അതാണ് നമ്മുടെ ചട്ടം. അങ്ങനെ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാരലായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് വളരെ കൃത്യമായിട്ട് അറിയാം. ഫെബ്രുവരി മാസത്തിൽ പോലും അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന മനോഹർ പാരിക്കർ പറയുന്നുണ്ട്, ഈ ചർച്ചകൾ വളരെ വേഗത്തിലാക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാർച്ച് മാസം, അടുത്ത മാസത്തിലേക്ക്, അതായത് ഫെബ്രുവരി അദ്ദേഹം പറയുന്നുണ്ട് മാർച്ച് മാസത്തിൽ. ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എളമരം കരീം MP അദ്ദേഹം നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹം അവിടെ പാർലമെന്റിൽ, രാജ്യസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ശ്രീ എളമരം കരീം, ഏത് നിലക്കുള്ള ഇടപെടലാണ് പ്രതിപക്ഷം നടത്തുക? എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തയുടെ പ്രാധാന്യം? ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ സംഭ്രമജനകമായ ഒരു വാർത്തയാണ്. റഫേൽ ഇടപാട് സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇന്നത്തെ വാർത്ത. ഇത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് ഇന്ന് ഞാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2015 ഡിഫൻസ് മിനിസ്ട്രി പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കിയതായിട്ടാണ് രേഖകൾ സഹിതം പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിമാർ ഇത് സംബന്ധിച്ച് കൈപ്പടയിൽ എഴുതിയ നോട്ട് രക്ഷാമന്ത്രി അടിയന്തരമായി ശ്രദ്ധിക്കുക എന്ന അഡ്രസ്സോടുകൂടി അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർക്ക് നൽകി. ഈ ഇടപാട് സംബന്ധിച്ച് ഡിഫൻസ് മിനിസ്ട്രിയിലെ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയെ പരാജയപ്പെടുത്തുന്ന വിധത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ എന്നാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ശരിയായ പ്രൊസീജിയർ അനുസരിച്ച് ഈ ഇടപാട് നടത്തുവാനുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അട്ടിമറിച്ചു എന്ന് തന്നെയാണ്. ഹോളണ്ട് ഡൽഹി സന്ദർശിച്ചു വന്നത് അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇവിടെ വെച്ചാണ് MOU ഒപ്പുവെക്കുന്നത്. ഈ കാര്യത്തിലെല്ലാം ഡിഫൻസ് മിനിസ്ട്രിയെ, പ്രതിരോധ മന്ത്രാലയത്തെ ഇരുട്ടിൽ നിർത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടു. അതിന് യാതൊരു വിശദീകരണവും ഇല്ലാതെ മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചർച്ച നടത്തിയത് സംബന്ധിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല. അതവർ മറച്ചുവെച്ചു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ റഫേൽ ഇടപാടിൽ ഗുരുതരമായ അഴിമതി നടന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നു. ഇത് രാഷ്ട്രം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഗൗരവതരമായ പ്രശ്നമാണ്. തീർച്ചയായും ശ്രീ എളമരം കരീം, വളരെ ഗൗരവതരമായുള്ള വിഷയമാണ്. ഇതിന്മേൽ താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൂടുതൽ വെളിച്ചം വീശുന്ന ചർച്ചകളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ശ്രീ എളമരം കരീം, പറയൂ. ഹലോ, മുൻ ഡിഫൻസ് സെക്രട്ടറി ഒരു മലയാളി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. നിങ്ങൾ ബന്ധപ്പെടുകയാണ്. ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അതുകൂടെ ചേർത്ത് ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. തനിക്ക് അക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമാണത്. വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകാൻ പോകുന്ന ഒരു സംഗതിയിൽ തന്റെ കമന്റ് കൂടെ വേണ്ട എന്ന നിലക്കുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതിനകം ലഭിച്ചിരിക്കുന്നത്. അത് അക്കാര്യം കൂടുതൽ വിശദമാക്കുമായിരിക്കാം അദ്ദേഹം. ശ്രീ എളമരം കരീം, ഒരു കാര്യം, ഇന്നലെ അദ്ദേഹം നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് ഈ പേരൊന്നും പരാമർശിച്ചല്ലെങ്കിൽ തന്നെയും ചില പരാമർശങ്ങൾ പാർലമെന്റിൽ നടത്തുകയുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങൾ, ഈ നേരത്തെ ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ രേഖാമൂലം പുതിയതായിട്ട് പുറത്തു വരുന്നു എന്നല്ലാതെ നേരത്തെ ഈ വിവരങ്ങളെല്ലാം അന്തരീക്ഷത്തിലുള്ളതാണ്. പ്രതിപക്ഷം പലതവണയായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനും മറുപടി നൽകി പോകാനും ഒക്കെ കഴിയാവുന്നതല്ലേ ഉള്ളൂ കേന്ദ്രത്തിനും പ്രധാനമന്ത്രിക്കും. അങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഇതുവരെ വളരെ രാഷ്ട്രീയമായി ഇതിനെ നേരിടുക എന്ന നിലയിൽ മാത്രമാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ട ഒരു തെളിവും നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതി മുമ്പാകെ കൊടുത്ത അഫിഡവിറ്റ് പെശകായിരുന്നു എന്നും വെളിപ്പെട്ടിട്ടുണ്ട്. ഈ ഇടപാട് സംബന്ധിച്ച് CAG പരിശോധിച്ചിട്ടുണ്ടെന്നും പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ടെന്നുമൊക്കെ ഗവൺമെന്റ് എഴുതി കൊടുത്തു. അതെല്ലാം അവാസ്തവമായിരുന്നു. അത് സംബന്ധിച്ച്
വീണ്ടും സുപ്രീം കോടതിയിൽ ഹർജി പോയിട്ടുണ്ടെങ്കിലും അത് പരിശോധന നടന്നിട്ടില്ല. അതെല്ലാം വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും നിലപാടും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയാൻ യാതൊരു പ്രയാസവുമില്ല. ഈ കുരുക്കിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് വ്യക്തമാകുന്നത്. വളരെ വളരെ നന്ദി ശ്രീ ഇളമരം കരീം, ഞങ്ങളോട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചതിന് വളരെ നന്ദി. ശ്രീ കെ ജെ ജേക്കബ്, ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പ്രധാനമന്ത്രിക്കുമൊക്കെ കുരുക്കാകും. അവർ എടുത്ത അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, വ്യഗ്രത ആളുകൾക്ക് ബോധ്യമാകും. ഇത് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഇത്തരത്തിലുള്ള വലിയ ശക്തമായുള്ള എതിർപ്പ് മറികടന്നിട്ട് ആണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഇതുവരെ എതിർത്ത് പോകുന്ന നിലയാണ് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് തുടരാൻ അവർക്ക് സാധിക്കുകയില്ലേ? അതിനെ തടയുന്നത്രക്ക് ശക്തമാണോ ഈ തെളിവ്? ഈ തെളിവിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്, ഇപ്പൊ ശ്രീ രാജേഷും ശ്രീ ഇളമരം കരീമും സൂചിപ്പിച്ചത്, അതായത് സുപ്രീം കോടതിക്ക് കൊടുത്ത അഫിഡവിറ്റിൽ പോലും ഈ സാധനം ഉണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാവാൻ പറ്റില്ല. ഇങ്ങനൊരു പാരലൽ നെഗോഷിയേഷൻ നടക്കുന്നുണ്ടെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ ഗവൺമെന്റ് ഡീൽ, സർക്കാർ ഇതിനു വേണ്ടി പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ ഗവൺമെന്റ് ഡീലുകളിൽ ഇത്തരം നെഗോഷിയേഷന്റെ ആവശ്യമില്ല എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പാരലൽ ഡീലിനെ കുറിച്ച് ലോകത്തിൽ ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ്. അതായത് ഇപ്പം സർക്കാരിന് വേണമെങ്കിൽ പറയാം, അതാണ് ഡിഫൻസ് മിനിസ്ട്രിയും പറയുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രി നടത്തുന്ന നെഗോഷിയേഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് PMOയുടെ നേതൃത്വത്തിലാക്കാം എന്നവർ പറയുന്നുണ്ട്. അതായത് ഒരേ സമയം രണ്ട് ടീമുകൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഒരുതരം മര്യാദയില്ലാത്ത പണിയാണ്. അത് നിയമത്തിലില്ല, ഒരു ബിസിനസ് ടൂളിലും ഇല്ല. അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അത് വളരെ എളുപ്പം നാട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ചൌക്കിദാർ ചോർഹയെന്ന്. അതിൽ അദ്ദേഹം പറയുന്ന 30,000 കോടി രൂപയുടെ ഡീൽ എടുത്ത് അംബാനിക്ക് കൊടുത്താൽ അത് വസ്തുതാപരമായിട്ട് ശരിയല്ലെങ്കിൽ പോലും വളരെ എളുപ്പം രാഷ്ട്രീയപരമായി പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മുദ്രാവാക്യമാണ് ഇപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി സത്യത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അതാണ്. അതായത് നിയമപരമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു ടീമിനെ അയക്കുക, അതേസമയം അദ്ദേഹത്തിന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സ്വന്തം ഓഫീസിൽ നിന്ന് ആൾക്കാരെ നിയമിക്കുക. ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം അതിൽ രേഖകളുണ്ട്. അത് നിയമപരമായി ചുമതലപ്പെടുത്തപ്പെട്ട പ്രതിരോധ മന്ത്രാലയം ഈ പ്രധാനമന്ത്രിയുടെ നീക്കത്തെ എതിർത്തുവെന്നും അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നും അവരെഴുതിയ കാര്യങ്ങൾ നമ്മുടെ അതേ സർക്കാരിന്റെ, നമ്മൾ വേറൊരു സർക്കാരിനെ കുറിച്ചല്ല പറയുന്നത്, പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പ്രതിരോധ മന്ത്രിയുടെ കീഴിലുള്ള അതേ വകുപ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓഫീസിനകത്ത് നടത്തിയ ചർച്ചകളെ തള്ളിപ്പറഞ്ഞു എന്നുള്ള വാർത്തയാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ജേക്കബ്, ഒരു നിമിഷം കൂടെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ TP ശ്രീനിവാസൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ TP ശ്രീനിവാസൻ, രാജ്യാന്തര കരാറിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംവിധാനങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് മുമ്പ് ഉള്ള വഴി ക്രമം അനുസരിച്ച് കൃത്യമായ തോതിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറ്റ് ഡിസ്കഷൻസ് നടത്തുക, ഈ പാരലൽ നെഗോഷിയേഷൻസ് നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക എന്ന് എഴുതേണ്ടി വരിക, പ്രതിരോധ സെക്രട്ടറിക്ക് രേഖാമൂലം എഴുതേണ്ടി വരിക, നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള എഴുത്തുകുത്തുകളുടെ കൂട്ടത്തിൽ അതിടം പിടിക്കുകയും ചെയ്യുക, അതിപ്പോൾ ഇതുപോലൊരു പ്രധാനപ്പെട്ട സമയത്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ രാജ്യാന്തര ഇടപാടിൽ അതീവ ജാഗ്രതയോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് നേരത്തെ എഴുതപ്പെട്ട വഴികളിലൂടെ മാത്രം പോകേണ്ടുന്നൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ഓഫീസ് ഈ സമാന്തരമായിട്ട് നീക്കങ്ങൾ നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയല്ലേ കാണേണ്ടത്? അതെ, ഇത് തീർച്ചയായിട്ടും വളരെ ഒരു ഗുരുതരമായ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്കെല്ലാം നേരത്തെ അറിയാം. ഒരുപാട് തെളിവുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി കാരണമാണ് അതൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് വീണ്ടും വലുതായി വരാനാണ് സാധ്യത. അതിന് ഒരു തീയിൽ എണ്ണ ഒഴിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ സമാന്തരമായി പ്രധാനമന്ത്രി ഇടപെടുന്ന, രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന അസാധാരണമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു ജോയിന്റ് സെക്രട്ടറി, അത് അദ്ദേഹം ഒരു IFS ഓഫീസറാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഫ്രഞ്ച് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. എന്ത് സംസാരിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പൊ അതിലെന്തെങ്കിലും നിർണായകമായ മാറ്റം ആ സംഭാഷണം കൊണ്ടുണ്ടായോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇതിന്റെ പ്രാധാന്യം വർദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കാര്യം പ്രധാനമന്ത്രി വരെ എത്തിയോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ.
കാരണം ഇതിൽ ശ്രീ ടി പി ശ്രീനിവാസൻ അങ്ങനെയാണെങ്കിൽ ശ്രീ ടി പി ശ്രീനിവാസൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അവരുടെ ഭാഗത്തൊന്നും ആളുകൾ വിശദീകരണം നൽകാനില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് ഒരു സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഡീലിന് വേണ്ടിയിട്ട് നെഗോഷിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു സംവിധാനം കുറെ കൂടെ ശക്തമായിട്ട് അവർ പറയുന്നതിന് വിരുദ്ധമായുള്ള കാര്യങ്ങളുമായിട്ട് നെഗോഷിയേഷൻസ് നടത്തുന്നു. സ്വാഭാവികമായ ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ മിനിസ്ട്രിക്കകത്തൊക്കെയുള്ള ആളുകൾക്ക് വരാവുന്ന ബുദ്ധിമുട്ട് കൂടെ ഇതിനൊരു കാരണമായിട്ടുണ്ടാകുമോ? അതായത് തങ്ങൾ നടത്തുന്ന അതേ ജോലി തന്നെയും മറ്റാളുകൾ ശരിയല്ലാത്ത തോതിലൂടെ നടത്തുന്നു എന്ന വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതെ, പ്രതിരോധ സെക്രട്ടറി അത് പറഞ്ഞതിലാണ് അതിശയം. കാരണം സാധാരണ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പറയാറുണ്ട്, നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ പ്രധാനമന്ത്രിനകത്ത് ഇടപെട്ടത് എന്നൊക്കെ സാധാരണ പരാതി പറയാറുള്ളതാണ് എല്ലാ മിനിസ്ട്രിയിലും. ഞങ്ങളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ അത് വളരെ സാധാരണമായിരുന്നു. ന്യൂക്ലിയർ ഡീലിന്റെ കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രി എത്ര തവണയാണ് ബറാക് ഒബാമയായിട്ട് ഫോൺ സംസാരിച്ചത്. പക്ഷെ അത് ഞങ്ങൾ നടത്തിയിരുന്ന ഡിസ്കഷൻസിന് എതിരായിരുന്നു, അല്ലെങ്കിൽ അതിന് രാജ്യത്തിന് ദ്രോഹം കുറ്റമുണ്ടായോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പക്ഷെ ഇത്ര ഒരു സംഭവം കൊണ്ട് മാത്രം ഇത് ഒരു ഒരു വലിയ തെറ്റായിരുന്നു എന്ന് പറയാറായിട്ടില്ല. പക്ഷേ വിവരങ്ങളുടെ ആവശ്യമുണ്ട്. അങ്ങനെ പറയുമ്പോഴും ശ്രീ ടി പി ശ്രീനിവാസൻ, റഫാലിൽ നമുക്ക് നേട്ടമല്ല ഉണ്ടായിരിക്കുന്നത് എന്നത് പ്രകടമായൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കെ, നമ്പറിന്റെ കാര്യത്തിലും മറ്റു സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒക്കെ കുറവ് നെഗറ്റീവായിട്ടുള്ള ഫലത്തിലാണ് നമുക്കത് വാങ്ങേണ്ടി വന്നത് എന്ന സംഭവം വസ്തുത അവിടെ ഉണ്ടായിരിക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കത്തായിരിക്കും അല്ലേ? അതുകൊണ്ടല്ല നമ്മളിത് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യില്ലല്ലോ. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സംഭവം, അതും ഇതുപോലെ നിർണായകമായ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തീർച്ചയായും ഗുരുതരമാണെന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു ഈ പാരലൽ ഇന്റർവെൻഷൻ ബൈ ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അൺയൂഷ്വൽ അല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതാണ്. വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ കെ ജെ ജേക്കബ്, ഇതിപ്പോൾ അസാധാരണമല്ല. അതായത് രാജ്യ താല്പര്യത്തിന് ഉതകുന്ന വിധത്തിൽ ഉള്ള ഫലങ്ങളിലേക്ക് എത്താൻ ഒരുപക്ഷെ ഇത്തരത്തിൽ വഴിവിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. വഴിവിട്ടുള്ള എന്ന അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ, അതായത് ഈ സമാന്തരമായിട്ടുള്ള സംസാരങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുവേണ്ടി ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി സംസാരിക്കാവുന്ന രീതികളുണ്ട് ഇത്തരം മേഖലകളിൽ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ അത്തരം പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടായിട്ടില്ല എന്നത് കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഇത് വലിയ തെറ്റായി തന്നെ അനുഭവപ്പെടും അല്ലേ? അദ്ദേഹം വിശദീകരിക്കുന്നത് വളരെ ലളിതമല്ല സനീഷ്. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിഫൻസ് നെഗോഷിയേഷൻ ആണ്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്ന ഒരു കാര്യമല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഓഫീസും ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഉദ്ദേശം. അപ്പം ഓഫ്കോഴ്സ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസാണ്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇടപെടാനുള്ള അവകാശമുണ്ട്. അതൊന്നും നമുക്ക് ആർക്കും. പക്ഷെ അതേ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഡിഫൻസ് മിനിസ്ട്രിയാണ്, അതേ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പ്രധാനമന്ത്രി എങ്ങനെ വന്നിരിക്കുന്നു അതേ ഭരണഘടന നിയമത്തിന് താഴെയുള്ള ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ഇത് നമ്മൾ എവിടെയാണ് ഇത് പ്രശ്നം വരുന്നത് സതീഷ്? ഈ കരാർ മുഴുവൻ റദ്ദാക്കി പ്രധാനമന്ത്രി ഒരു ഡീല് പ്രഖ്യാപിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം വരുന്നത്. 126 വിമാനം എന്നുള്ളത് 36 വിമാനമാക്കി ചുരുക്കി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരുമ്പോൾ മാത്രമാണ് ലോകം ഈ കാര്യം അറിയുന്നത്. പ്രധാനമന്ത്രി ഇടപെടുന്നതോ നാടിന് ഗുണകരമായ കാര്യങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് ആർക്കും ഈ കാര്യത്തിൽ എതിർപ്പില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായിട്ട് 126 വിമാനം ഉണ്ടാക്കുന്ന കരാർ പൂർത്തീകരിക്കുന്നതിന് പകരം 36 വിമാനത്തിലേക്ക് കരാർ ചുരുങ്ങി എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ ഫലം. എന്നിട്ട് അതിന്റെ വിലയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ എന്തുകൊണ്ട് രാജ്യത്തിന് ഗുണകരമായില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഓരോ സമയത്തും നമുക്ക് പുറത്തോട്ട് വന്നിരിക്കുന്ന വാർത്തകൾ, ഓരോ സമയത്തും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശുഭകരമല്ല എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രധാനമന്ത്രി ഇടപെട്ടത് കൊണ്ട് മാത്രം ഈ വണ്ടിയുടെ വിമാനത്തിന്റെ വില കൂടി എന്ന് നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ ശ്രീറാം തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ വന്നത് എന്താണ്? ഈ പ്രധാനമന്ത്രി അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഓഫീസ് നെഗോഷിയേറ്റ് ചെയ്ത് വില കൂടിയ ഒരു വിമാനമാണ് നമുക്ക് വാങ്ങിത്തന്നത് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട്, അതും കുറഞ്ഞ എണ്ണത്തിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യ സുരക്ഷയെ സംബന്ധിച്ചും ഇതിനകത്ത് സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് ഗുണകരമായ ഒരു ഡീലല്ല പ്രധാനമന്ത്രി ഇടപെടൽ കൊണ്ട് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പരമപ്രധാനമായ വസ്തുത. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ ഇടപെടൽ ഗുണകരമായിരുന്നോ? എന്താണ് അതിന്റെ പുറകിലുള്ള മോട്ടീവ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന
രാഷ്ട്രീയ മുദ്രാവാക്യത്തിനും പലപ്പോഴും സാങ്കത്യം ഉണ്ടാവുക. പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ചെയ്തത്, പ്രധാനമന്ത്രി ചോക്കിദാർ ചോർ ഹേ എന്ന് പറയുമ്പം അത് വിശ്വസിക്കാനുള്ള കാരണങ്ങളാണ് ഓരോ സമയത്തും നമ്മൾ പുറത്തുകൊണ്ട് പറയുന്നത്. പ്രധാനമന്ത്രി ഇടപെടുന്നതിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്, അതിലൊന്നും ആർക്കും എതിർപ്പില്ല. പക്ഷെ പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് എന്താണ് സംഭവിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ഫെബ്രുവരി മാസത്തിൽ 2015 ഫെബ്രുവരി മാസത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വ്യവസ്ഥാപിതമായ രീതികളിലൂടെ ആകാമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ഈ കാര്യം, അതായത് നിങ്ങളുടെ ഇടപെടൽ ഗുണമല്ല ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രതിരോധ സെക്രട്ടറി എഴുതിയിരിക്കുന്ന ഈ കാര്യം തന്നെയും മതിയായ തെളിവാണ് അല്ലേ? അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ശരിയായ വഴിയിലൂടെ ആയിരുന്നില്ല എന്നതിന് അത് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനു മുമ്പത്തെ റിപ്പോർട്ടിൽ പറയാം, അതായത് നമുക്ക് മറ്റൊരു വിമാനത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫർ വെച്ച് ഇവരോട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട്. അതിനകത്ത് 7 അംഗങ്ങളുടെ കമ്മിറ്റിയിൽ 3 പേരുടെ നിലപാട് അതായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചില്ല എന്ന് അന്ന് തന്നെ പ്രതിരോധ മന്ത്രാലയത്തില് അഭിപ്രായമുള്ളവർ 7 പേരിൽ 3 പേര് ആ അഭിപ്രായമുള്ള ആൾക്കാരായിരുന്നു. അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് എന്താണ് മെച്ചം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കണം. ശരി, വളരെ നന്ദി ശ്രീ കെ ജെ ജേക്കബ് ഞങ്ങളോട് സംസാരിച്ചത്. രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇനി അങ്ങോട്ട് ഏറ്റവും സുപ്രധാനമായ ചർച്ചകൾക്കിടയാക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തത്. റഫാലിൽ കേന്ദ്രത്തിന് കുരുക്ക് മുറുകുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ തെളിവുകൾ, പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ താൻ തന്നെ എഴുതിയതാണ് എന്ന് സമ്മതിക്കുകയാണ് ഡിഫൻസ് സെക്രട്ടറി ശ്രീ മോഹൻകുമാർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അല്പം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം എന്തെങ്കിലും പ്രത്യേകമായ കമൻറ്റ് ചെയ്യാൻ തയ്യാറായില്ല, പക്ഷേ ഈ എഴുതിയത് താൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും റഫേൽ ഇടപാടിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ, ഡിഫൻസ് മിനിസ്ട്രി നടത്തുന്നതിനിടെ അതിന് സമാന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ചകൾ നടത്തുന്നു എന്നത് സ്ഥിരീകരിക്കുന്ന ഒരു കത്താണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് ഡിഫൻസ് സെക്രട്ടറി എഴുതിയിരിക്കുന്ന ഈ കത്തിൽ അദ്ദേഹം കൈകൊണ്ട് തന്നെയും അതിന് താഴെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ സമാന്തരമായിട്ട് പാരലൽ നെഗോഷിയേഷൻസ് നടത്തുന്നത് ഗുണപരമായിട്ടല്ല വരിക, അത് ചെയ്യുന്നത് ശരിയല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടൽ ശരിയല്ലാത്ത തോതിലാണ് നടക്കുന്നത് എന്ന് 2015 നവംബർ 24 തീയതി എഴുതിയ കത്തിൻ്റെ രേഖകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപത്തിന്, ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകളായിട്ടാണ് വരിക. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുക കേന്ദ്രത്തിനും BJPക്കും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും പ്രധാനം ശ്രീ കെ ജെ ജേക്കബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ എളമരം കരീം നേരത്തെ പറഞ്ഞതുപോലെ, ഇതിൻ്റെ ആത്യന്തിക ഫലം രാജ്യത്തിന് അനുകൂലമായിട്ടല്ല വന്നത് എന്നതുകൊണ്ട് ഈ ഇടപെടൽ, പ്രധാനമന്ത്രിയുടെ പാരലൽ നെഗോഷിയേഷൻസ് ദോഷമാണ് ചെയ്തത്, രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന ആക്ഷേപത്തിന് മറ്റൊരു തെളിവും ആവശ്യമില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ MP-മാർ പറയുന്നത്. രാജ്യസഭയ്ക്കകത്ത് എളമരം കരീം ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടിയാണ് KP അഭിലാഷ് നൽകുക. അഭിലാഷ്, ഏതു വിധത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണിത്? പാർലമെന്റിലും പുറത്തും എന്ത് സംഭവിക്കാനാണ് ഇട? ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ടോ? അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. 10:30 ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും റാഫേൽ എന്ന വിഷയം തന്നെയായിരിക്കും അദ്ദേഹം ഇന്നും പ്രധാനമായും ഊന്നുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എളമരം കരീം ഉൾപ്പെടെ രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ കോൺഗ്രസും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നിലയിലുള്ള രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്ക് വീണ്ടും ചൂടുപകരുകയാണ് ഇന്ന് ഇംഗ്ലീഷ് ദിനപത്രം നൽകിയിട്ടുള്ള റിപ്പോർട്ടർ. എന്തായാലും 2018 കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ 7 ഉദ്യോഗസ്ഥർ മാത്രമാണ്, പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട 7 ഉദ്യോഗസ്ഥർ മാത്രമാണ് റഫേലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചർച്ചകളിൽ പങ്കെടുത്തത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. അതിനുശേഷം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്തതാണ്. ഈ റിപ്പോർട്ടിനോടൊപ്പം ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത്, പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് തന്നെ അതിന് വലിയ തോതിലുള്ള രഹസ്യ സ്വഭാവമുണ്ട്. പല റിപ്പോർട്ടുകളും പുറത്തു വിടാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായ അധികാരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദു ദിനപത്രത്തിൽ, ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുമ്പോൾ പോലും വലിയ പരിമിതികൾ ഉണ്ടാകും പ്രതിപക്ഷത്തിന് എന്ന കാര്യത്തിലും തർക്കമില്ല. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ തന്നെ CAG റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഇതിൽ നഷ്ടങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, CAG അത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല, JPC ഇത് പരിഗണിച്ചിട്ടുമില്ല, പരിശോധിച്ചിട്ടുമില്ല എന്ന തരത്തിലൊക്കെയുള്ള വിവാദങ്ങൾ വരികയും ചെയ്തതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട
ശ്രദ്ധിക്കേണ്ട ഒന്ന്, 2014 മെയ് മാസത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയത്. അതിനുശേഷം UPA സർക്കാർ കൊണ്ടുവന്ന കരാറിന്മേൽ കാതലായ മാറ്റം വരുത്തിക്കൊണ്ടാണ് റഫേലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കേന്ദ്ര സർക്കാർ NDA സർക്കാർ ഇടപെട്ടത്. 2015 ഇത്തരത്തിലൊരു വിയോജനക്കുറിപ്പ് എന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് എന്ന തരത്തിലോ നമുക്ക് പ്രതിരോധ സെക്രട്ടറിയുടെ കത്തിനെ കണക്കാക്കാവുന്നതാണ്. വളരെ കൃത്യമായി ആ കത്തിൽ പറയുന്നത് പ്രതിരോധ മന്ത്രാലയത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമാന്തര ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് ദോഷകരമാണ്. ഇത് ഇന്ത്യയുടെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും നീക്കങ്ങളെ ദുർബലമാക്കുമെന്നും കരാറിന് ബാങ്ക് ഗ്യാരണ്ടി വേണമെന്നും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ഈ കത്തിലുണ്ട്. എന്നാൽ ഇതിനെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് പോയത് എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരള സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് പ്രതിരോധ മന്ത്രിയെ നേരിട്ട് കാണുകയും അതാണ് അത്തരം സംഭവങ്ങൾ, ഒരുപാട് സംഭവ വികാസങ്ങൾ അതോട് ചേർന്നുണ്ട്. റഫേൽ വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പിക്കപ്പെട്ടതാണ്. അതിപ്പോൾ പക്ഷേ അതിൽ ഏറ്റവും ശക്തമായുള്ള തെളിവുകളും രേഖകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ റഫേൽ ഇടപാടിന് വേണ്ടി പാരലായുള്ള സമാന്തരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി, അത് വഴിവിട്ടിട്ട് ഉള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്മേൽ ചർച്ചകളാണ് ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഇരു സഭകളിലും.